ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ് എറണാകുളത്തെ. ഇവിടെ നിന്ന് കായലിലോട്ടുള്ള വ്യൂ പറഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. ഫ്രീക്സ് അങ്ങനെ നമ്മുടെ കടവത്തൊരു തോണി എത്തിയിരിക്കുകയാണ്. കടവത്തൊരു തോണിയിരിപ്പോ പാട്ടില്ലാതെ. ഹലോ ഗൈസ്, മല്ലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാലത്തന്നെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ തന്നെ മറൈൻ ഡ്രൈവിൻ്റെ മറ്റൊരു ഭാഗമായ ചാത്തിയാത്ത് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേരെ കാണാം കേട്ടോ. രാവിലെയും വൈകുന്നേരമായാലും എക്സസൈസിനും വെറുതെ വാളിക്കാനും വേണ്ടി ഒരുപാട് പേര് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെറുതെ എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ ഒരുപാട് കപ്പിൾസും എല്ലാം ഇവിടെ ഉണ്ട്. നല്ല വൈബാണ് ഇവിടെ. ഇവിടെ ഇരുന്നിട്ട് കായലിലോട്ടുള്ള കാഴ്ച പറഞ്ഞാൽ അത് നല്ല വേറെ വൈബാണ്. കായലിലോട്ട് നോക്കിയിരിക്കാനും ഇപ്പം രാവിലെ ആയതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം, അടിപൊളിയാണ് ഇവിടെ ഇരിക്കാൻ. ഓ ഫ്രീക്സ്, ഇതാണ് വാൾക്വേയുടെ ഒരു ഫ്രണ്ട് ഏരിയ എന്നൊക്കെ പറയുന്നത്. ഐ ലവ് കൊച്ചി കണ്ടില്ലേ? ഇവിടെ ഒത്തിരി പേര് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന സ്ഥലമാണ്. നിങ്ങൾ തന്നെ ഇത് ഒരുപാട് വീഡിയോയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഐ ലവ് കൊച്ചി. ഇവിടെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തിരി ഫാമിലിയും കപ്പിൾസും ഇവിടെ ഫുള്ള് തിരക്കാവും. ഇപ്പോൾ പിന്നെ രാവിലെ ആണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. ഇതൊരു ഇടനേര സമയമാണ്. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ തിരക്ക് കാണാത്ത. അതാ കായലിലോട്ടുള്ളൊരു വ്യൂ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. ഞാനെന്തായാലും അതിനൊക്കെ പോയി കാണിച്ചു തരാം. ഇപ്പതാ ഓരോ മരത്തിന് ചൂട്ടിലൊക്കെ ഒത്തിരി പേരിയ്ക്കുന്നത് കാണാം. ഇനി ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സംഭവം നൈസാ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഐ ലവ് കൊച്ചിയുടെ ബാക്ക് വശത്തോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒത്തിരി നമുക്ക് ജിം എടുക്കാനുള്ള സാധനങ്ങളുണ്ട്. അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട. ജിം ക്ലാസ് പോവാതെ തന്നെ ജിം ആവാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അതൊന്ന് നമുക്ക് പോയി നോക്കാം. ഇത് രാത്രിയായ ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബായിരിക്കും കേട്ടോ. വേറൊരു ലെവലാണിത് കണ്ടോ. ഇത് നൈസായില്ലേ? ഇതാണ് എക്സസൈസൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ട കായലിലോട്ട് ഇറങ്ങാനുള്ളതാണ് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, ആ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. വഴുക്കാതിരുന്നാൽ മതി, ശ്രദ്ധിക്കണം. ഓ എൻ്റെ പൊന്നോ, എന്ത് വൃത്തികെട്ട വെള്ളം. നമ്മൾ ഒരു കുളം കലക്കി മീൻ പിടിച്ചതിന് ശേഷം ആ കുളത്തിൻ്റെ അവസ്ഥയല്ലേ, ആ ഒരു മണക്കേ വരുന്നത് ചേറിൻ്റെ. ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആരും പിടിച്ച് കഴിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗത്തൊരു വിശേഷം. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ജിം എടുക്കുന്ന സാധനങ്ങൾ ഉണ്ടോ? അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ഇതിനിങ്ങനെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ മസിൽ ഇങ്ങനെ കയറി വരും. നെക്സ്റ്റ് ഇത് ലെഗിനുള്ളതാ തോന്നുന്നു. ഇത് സിക്സ് പാക്കിനുള്ളത്. തല താഴോട്ടാക്കി കളിക്കണം. ഇതിവിടെ നിന്നിട്ട് നമ്മൾ കാല് ഇതിൽ വെച്ച് അങ്ങനെ തിരിക്കാം. നമ്മുടെ അരയൊക്കെ നല്ല ഷേപ്പാവും. അല്ല, ഇതൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഞാൻ നല്ല ജിം ട്രെയിനറൊന്നല്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇതെന്താണ് ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് ഓടണത് ഇതുമ്മ കയറി, ഇത് മാത്രം നല്ല സുഖമാണ് ചെയ്യാം. ഞാൻ വന്ന എപ്പോഴും ഇതാ ചെയ്യുക. ഇത് അടിപൊളിയാ. ഇത് തന്നെ ഉള്ളൂ. ഇനി അങ്ങോട്ട് തന്നെ നമുക്ക് നടക്കാം. ഇതിൻ്റെ എൻഡിലോട്ട് പോയി നോക്കാം. ഓ ഫ്രീക്സ്, ഞാൻ ഇനി അങ്ങോട്ട് നടക്കാൻ പോവുക. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതൊക്കെ നിങ്ങളെ കാണിക്കും ചെയ്യാം. ഏകദേശം 1.25 കിലോമീറ്റർ ലെങ്ത്തിലാണ് ഈ വാൾക്വേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
പിന്നെ ഈ രാവിലെയും വൈകുന്നേരം ഈ വാൾക്വേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുമ്മാ നടക്കാൻ അത് വേറൊരു വൈബാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ആലോചിക്കാനും അല്ലെങ്കിൽ വെറുതെ ഒരു എന്താ പറയുക ഒരു മൈൻഡ് ഫ്രീ ആവാനൊക്കെ വേണ്ടി ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിൽ വന്ന് ജസ്റ്റ് രാവിലെയും വൈകുന്നേരം ഒന്ന് നടന്നാൽ അത് വേറെ ഒരു മൂടാണ്. നമ്മളെന്തോ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയ പോലെ തോന്നും. ഇതാ ഇവിടെ തന്നെ ഒരുപാട് തോണിയൊക്കെ നിർത്തിയിട്ടുണ്ട് കാണാം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതൊരു കടവാണ് കേട്ടോ. അപ്പുറത്തെ കടവോട്ട് പോകാനുള്ള തോണികളാണ് ഈ കാണുന്നത്. ഇപ്പം നിലവിൽ 2-3 തോണികൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ആളുകളെ കൊണ്ട്. പക്ഷെ അത് ക്യാമറയിൽ കിട്ടുന്നില്ല എന്ന് മാത്രം. നല്ല വൈബാണ് രാവിലെ ആയതുകൊണ്ട്. വേറെ ഒരു മൂടാണ്. വെയിൽ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അതേപോലെ ചീനവല നമുക്ക് ഒത്തിരി കാണാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. വേറെ ഒരു മൂഡ്. നല്ല വൈബ് എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി. ഫ്രീക്സ് അങ്ങനെ ഞാൻ ഈ തോണിയിൽ കയറാൻ നോക്കി. പക്ഷെ അത് ചെരിഞ്ഞു പോവാണ്. ആൾക്കാർ കണ്ട തന്നെ ആട്ടുമെന്ന് അറിയില്ല. കണ്ടോ, ഒരു കാലം വയ്ക്കാൻ പറ്റില്ല, 2 കാലം വെച്ചാൽ ചിലപ്പോൾ സീനാവും. അത് മുങ്ങിയാൽ ഞാൻ ചിലപ്പോൾ ക്യാമറ ഞാനും പാടെ കായലിൽ കിടക്കേണ്ടി വരും. കണ്ടോ, അങ്ങനെ ഞാൻ തോണിയിൽ കയറി. പക്ഷെ ഇതുവരെയായിട്ട് യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രം. വല്ലാതെ അതിൽ കളിച്ചാൽ ആൾക്കാർ കണ്ട എന്നെ ആട്ടും. ഇവിടെയൊക്കെ ഒത്തിരി തോണികളുണ്ട് കേട്ടോ. പക്ഷെ ആളുകൾ കുറവായതുകൊണ്ടാണ് തോന്നുന്നു തോണികളൊക്കെ വെറുതെ നിർത്തിയിട്ടിരിക്കുക. അവിടെ ദാ ഒരാളിരുന്ന് ശാന്തി അടിക്കുന്നുണ്ട്. രാവിലെ തന്നെ വന്ന് ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് കണ്ണടച്ച് ഈ കാറ്റും കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേറൊരു വൈബാണ്. അത് പൊളി മൂടല്ലേ. ആ ഒരു മൂഡ് പുള്ളിക്കാരൻ ആസ്വദിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രീക്സ് അങ്ങനെ നമ്മുടെ കടവത്തൊരു തോണി എത്തിയിരിക്കുകയാണ്. കടവത്തൊരു തോണിയിരിപ്പോ പാട്ടില്ലാതെ. ആള് ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് വഴിയൊന്നുമില്ല അല്ലേ? ഉണ്ടോ? മൂപ്പര് അപ്പുറത്തോട്ട് പോവാ തോന്നുന്നു, ആ ഭാഗത്തോട്ട്. അങ്ങോട്ട് വഴിയുണ്ട്. ഇല്ലേ, അതോ കടവാണോ എന്താ? ഇത് മീൻപിടുത്തക്കാരാണ് തോന്നുന്നു. എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. അപ്പുറത്തോട്ട് പോവാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഒറ്റ മൈന. 2 മൈന. സന്തോഷം. 2 മൈന. ഇതാണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റ ഗ്രൂപ്പിന്റെ ഫ്ലാറ്റ്. കായലിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാലോ. അങ്ങനെ വണ്ടി കയറി. പിന്നെ DJ ഓസ്മോ ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് സീനായി, ടാസ്ക് കിട്ടി. എന്തായാലും ഭാഗ്യം, ഒരുവിധം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞാനാച്ച രാവിലെ എണീറ്റ് പോരുമ്പോൾ അതിൽ ചാർജും ഉണ്ടോ നോക്കിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. DJ ഓസ്മോ ചാർജ് കഴിഞ്ഞ് ചത്തു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.